ബി.ജെ.പിയുടെ കേരള നേതൃത്വത്തിന് വലിയ ആശ്വാസമായി. പന്തളം നഗരസഭയിൽ ബി.ജെ.പി ഭരണം നിലനിർത്തി. സ്വതന്ത്രനെ കൂടെ നിർത്തിയ കൃഷ്ണകുമാർ കാണിച്ച ബുദ്ധി ഇവിടെ നിർണായകമായി. 3 വിമതർ കൂറുമാറിയാലും ഭൂരിപക്ഷത്തിനുള്ള വക UDF-ലും കണ്ടു. പാലക്കാട് നേതാവിന്റെ നീക്കം പന്തളത്ത് വിജയക്കൊടി പാറിച്ചു. ശബരീശന്റെ വളർത്തുനാട് ബി.ജെ.പിക്ക് തന്നെ. നഗരസഭയിൽ ഇനി അച്ഛൻകുഞ്ഞ് ചെയർമാനായി വാഴും. ഇന്ത്യ മുന്നണി നാണം കെട്ടുവെന്നാണ് സുരേന്ദ്രന്റെ ഭാഗം. ഇടഞ്ഞു നിൽക്കുന്ന 3 ബി.ജെ.പി കൗൺസിലർമാരും അച്ഛൻകുഞ്ഞ് ജോണിന് വോട്ട് ചെയ്തു. 19 വോട്ടുകളാണ് അച്ഛൻകുഞ്ഞ് ജോണിന് ലഭിച്ചത്. 18 ബി.ജെ.പി അംഗങ്ങൾക്ക് പുറമെ സ്വതന്ത്രന്റെ വോട്ടും ബി.ജെ.പിക്ക് ലഭിച്ചു. LDF-ലെ ലസിത ടീച്ചർക്ക് 9 വോട്ടുകളാണ് ലഭിച്ചത്. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായിരുന്ന സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ തന്ത്രങ്ങളുടെ വിജയമാണ് പന്തളത്ത് കണ്ടത്. ഇതിലൂടെ പാലക്കാടിനെ പോലെ പന്തളം നഗരസഭയും ബി.ജെ.പി പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുകയാണ് ബി.ജെ.പി ജയിച്ചതോടെ പ്രതികരണവുമായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. പന്തളം നഗരസഭയിൽ ഇന്ത്യ മുന്നണിക്ക് നാണംകെട്ട തോൽവി. ബി.ജെ.പി ഭരണം താഴെ ഇറക്കാൻ കോൺഗ്രസും CPM-ഉം കൈകോർത്ത് മത്സരിച്ചിട്ടും ബി.ജെ.പിക്ക് ഒരംഗത്തിന്റെ അധികം പിന്തുണ ലഭിച്ചു. 18-ന് പകരം 19 പേരുടെ പിന്തുണയോടെ ബി.ജെ.പി നേതാവ് അച്ഛൻകുഞ്ഞ് ജോൺ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വലിയ ഗൂഢാലോചനയാണ് പന്തളത്ത് കഴിഞ്ഞ 1 വർഷമായി നടന്നിരുന്നത്. ഉജ്ജ്വല വിജയം നേടിയ അച്ഛൻകുഞ്ഞ് ജോണിനും മുഴുവൻ കൗൺസിലർമാർക്കും അഭിനന്ദനങ്ങൾ. ഇതാണ് സുരേന്ദ്രന്റെ പോസ്റ്റ്. സ്വതന്ത്രനെയും വിമത സ്വരമുയർത്തിയവരെയും ബി.ജെ.പിയുടെ വരുതിയിലാക്കിയതാണ് ഇപ്പോൾ നിർണായകമായത്. നഗരസഭയുടെ രാഷ്ട്രീയകാര്യ ചുമതലയുള്ള പാലക്കാട് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ 2 ദിവസമായി പന്തളത്ത് ക്യാമ്പ് ചെയ്താണ് കൗൺസിലർമാരെ വശത്താക്കിയത്. സ്വതന്ത്രനായിരുന്ന അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താനെ ബി.ജെ.പി പക്ഷത്ത് എത്തിക്കുവാൻ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞു. സ്വതന്ത്രൻ ബി.ജെ.പി പാതയിൽ എത്തിയതിനെ തുടർന്ന് വിമതരും നിലപാടുകൾ മാറ്റി. ബി.ജെ.പി ഭരിക്കുന്ന തെക്കൻ കേരളത്തിലെ ഏക നഗരസഭ നിലനിർത്താൻ വേണ്ടി പാർട്ടി നേതൃത്വം ഏറെ ശ്രമത്തിലായിരുന്നു. ബി.ജെ.പിയുടെ 18 കൗൺസിലർമാരിൽ 14 പേരും വനിതകളാണ്. ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ 1 വർഷം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 33 അംഗ നഗരസഭയിൽ 18 ബി.ജെ.പി, 9 LDF, 5 UDF, 1 സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില. 3 സ്വതന്ത്രന്മാർ കലം മാറിയതും സ്വതന്ത്രൻ കൂടെയുള്ളതിനാൽ പ്രശ്നമുണ്ടാകില്ലെന്ന അവസ്ഥയിലേക്ക് ചർച്ചകൾ എത്തിച്ചു. ഇതിനൊപ്പം UDF ക്യാമ്പിൽ നിന്നുള്ള ഒരു അംഗത്തിന്റെ ചാഞ്ചാട്ടവും ചർച്ചയായി. ഇതോടെ ബി.ജെ.പിയിലെ വിമതർ കൂറുമാറിയാലും ബി.ജെ.പി ജയിക്കുമെന്ന പ്രതീതിയായി. ഇതോടെ കൂറുമാറ്റ നിരോധന വാളടക്കം ചർച്ചയായി. ഈ സാഹചര്യത്തിലാണ് ബി.ജെ.പിയിൽ അട്ടിമറി നടക്കാതെ പോയത്. പന്തളത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗം വോട്ട് ചെയ്തില്ല. 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. കേവല ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി ഭരിച്ചിരുന്ന നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ബി.ജെ.പി വിമതന്റെ പിന്തുണയോടെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തലേന്നാളാണ് നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ U രമ്യയും രാജിവെച്ചത്. ഇതോടെ ബി.ജെ.പിക്ക് ഭരണം നഷ്ടമാകുമെന്ന വിലയിരുത്തലുകൾ എത്തി. അതുകൊണ്ട് തന്നെ ഇടതു വലതു മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ടാണ് ബി.ജെ.പി പന്തളം നഗരസഭാ ഭരണം വീണ്ടും പിടിച്ചത്. ശബരിമല പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി വന്ന മാറ്റമെന്ന് വിലയിരുത്തൽ ഉണ്ടായി. എന്നാൽ ഭരണം തുടങ്ങിയതു മുതൽ തമ്മിൽ അടിയും തുടങ്ങി. 4 വട്ടം വിജയിച്ചു കയറിയ കൗൺസിലർ KV പ്രഭയെ അവഗണിച്ചായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് സുശീല സന്തോഷിനെ തീരുമാനിച്ചത്. വൈകാതെ കൗൺസിലർമാർ 2 തട്ടിലായി. ചേരിപ്പോര് പന്തളത്തെ പാർട്ടിയിലേക്കും പടർന്നു. 2 മണ്ഡലം കമ്മിറ്റികളെ പിരിച്ചുവിട്ടു. ഇതിനെതിരെ പ്രവർത്തകർ നൽകിയ പരാതികൾ ബി.ജെ.പി സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ പരിഗണിച്ചില്ല. ഒരു വിഭാഗം പ്രവർത്തകർ CPM-ലേക്ക് ചേക്കേറി. KV പ്രഭയെ സുശീല സന്തോഷ് അസഭ്യം പറയുന്ന വീഡിയോ പ്രചരിച്ചത് വലിയ നാണക്കേടായി. ബി.ജെ.പിക്കെതിരെ വിശാല മുന്നണിയുണ്ടാക്കി ബി.ജെ.പിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട KV പ്രഭയെ ചെയർമാൻ സ്ഥാനത്തേക്കാണ് പരിഗണിച്ചാണ് തുടക്കം മുതൽ നീക്കം ഉണ്ടായിരുന്നതെങ്കിലും സ്വതന്ത്ര ചാഞ്ചാട്ടമാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചത്. കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ ബി.ജെ.പി വിമത കൗൺസിലർമാരുടെ നീക്കത്തിൽ അടിപതറുകയായിരുന്നു. LDF അവിശ്വാസ പ്രമേയം നൽകിയ ദിവസം മുതൽ വിമതർ ഒപ്പം നിർത്താൻ ബി.ജെ.പി ജില്ലാ നേതൃത്വം ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
BJP ഭരണസമിതി അധികാരത്തിലേറിയ ആദ്യ കാലഘട്ടത്തിൽ പരിഗണിച്ചിരുന്ന അച്ഛൻകുഞ്ഞ് ജോണിനെയാണ് പൊതുസമ്മതനായി BJP ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ കൃഷ്ണകുമാറിന്റെ തന്ത്രം തന്നെയാണ്.